ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വോയിസസ് ഇൻ യൂണിസൺ എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കൂട്ടുകാരെ വോയിസ് എന്ന് പറഞ്ഞാൽ? ശബ്ദം അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. യൂണിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്യം എന്നാണ് അർത്ഥം. ഓക്കെ, ഐക്യം. അപ്പോൾ ഐക്യത്തിൻ്റെ ശബ്ദത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം ഐക്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. കൂട്ടുകാരെല്ലാവരും നല്ല യൂണിറ്റിയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും ക്ലാസ്സിലെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഒരു നായ വീണപ്പോൾ ഒരാൾ ചാടി, അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചാടി ഓരോരുത്തർ ഇങ്ങനെ പിടിച്ച് കയറ്റുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരാളെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് തരുന്നത്. ഇനി ഇവിടെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. Alone we can do so little, together we can do so much. ഹെലൻ കെല്ലർ. എന്താ പറയുന്നത്? അലോൺ, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ വി ക്യാൻ ഡു സോ ലിറ്റിൽ, നമുക്ക് ചെറിയ കാര്യം മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്, പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡോർവേ എന്നുള്ള ഭാഗത്തുള്ള ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. എന്താണ്? കുറേ കൂട്ടുകാർ തമ്മിൽ ഒരു പാലസ് പോലെ എന്തോ മണൽ കൊണ്ട്, സാൻഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിന് താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? ദേ ആർ പ്ലേയിങ് മേക്കിംഗ് പാലസ് വിത്ത് സാൻഡ്. അവർ കളിക്കുകയാണ്. അത് മാത്രമല്ല, അവർ സാൻഡ് വെച്ചുകൊണ്ട് പാലസ് ഉണ്ടാക്കുന്നുണ്ട്. ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? ഹൗ? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? യെസ്, ദേ ആർ വർക്കിംഗ് ടുഗെദർ ആൻഡ് ഹാവിങ് ഫൺ. അവർ ഒരുമിച്ചിട്ട് വളരെ ഫണ്ണായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദേ ആർ ബിൽഡിംഗ് സാൻഡ് കാസ്റ്റൽ. അവരൊരു സാൻഡ് കാസ്റ്റലാണ് ഉണ്ടാക്കുന്നത്. ദെൻ, ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? ഷെയർ യുവർ എക്സ്പീരിയൻസസ്. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്കും അതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുക, ക്ലാസ്സിൽ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. Here is a story about people who stand together to make their home safe and peaceful. എന്താണ്? ഇവിടെ ഒരു സ്റ്റോറിയാണ്, ഒരുപാട് ആളുകളുടെ സ്റ്റോറിയാണ്. അവരെന്താ ചെയ്യുന്നത്? അവരുടെ ഹോം, അവരുടെ വീട് വളരെ സമാധാനപരമായിട്ടും വളരെ സേഫായിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ആളുകളെല്ലാവരും കൂടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് ഇതിനെ വായിച്ചു നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. ബിനീത്ത് ദ ക്വയറ്റ് സ്കൈ. ബിനീത്ത് എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ നിശബ്ദമായിട്ടുള്ള സ്കൈ, ആകാശത്തിന് താഴെയാണ് എല്ലാവരും. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. എന്താണ്? ഒരു വാസ്റ്റ് സാൻഡി ലാൻഡാണ്. സാൻഡി എന്ന് പറഞ്ഞാൽ മണലുള്ള, ലാൻഡ് ഭൂമി അല്ലേ. വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു മണൽ പ്രദേശമാണ് ഇത്. ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. എന്താണ്? ഇത് വളരെ വാമും വളരെ പീസ്ഫുൾ, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വില്ലേജും കൂടെയാണിത്. ദ വില്ലേജേഴ്സ് വേർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. എന്താണ്? ഈ വില്ലേജേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടും വളരെ ദയയുള്ള ഹൃദയമുള്ളവരും ഒക്കെയാണ്. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അവർ പുറത്ത് നിന്നുള്ള ആളുകളെ ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അവരെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അപ്പോൾ അവരുടെ ആ ഒരു വില്ലേജ് അവർ വളരെയധികം ക്വയറ്റും കാമും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ജീവിതം, വളരെ സമാധാനപരമായിട്ടും ശാന്തമായിട്ടുള്ള ആ ഒരു ജീവിതം അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. One bright morning, the sun sprinkled its glowing golden light across the wide and clear sky. അപ്പോൾ അവിടെ എന്താണ്? സ്പ്രിങ്കിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വളരെ തിളങ്ങുന്ന ഒരു മോർണിംഗിൽ അവിടെ എന്ത് ചെയ്തു? സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ്. അപ്പോൾ ആ ഒരു സണ്ണിൻ്റെ വളരെ തിളക്കമുള്ള ഒരു ലൈറ്റ് എന്ത് ചെയ്തു? അവിടുത്തെ ആ ഒരു സ്കൈയും ബാക്കിയുള്ളതൊക്കെ വളരെ ക്ലിയർ ആക്കുകയാണ് ചെയ്തത്. അതോ നല്ല ഒരു മോർണിംഗ് എന്നാണ് അവിടെ അർത്ഥം. സണ്ണൊക്കെ വന്നിട്ട് നല്ല സൂര്യനെ കുതിച്ചിട്ടുള്ള നല്ല വെളിച്ചമുള്ള ഒരു ദിവസം.
ദ വില്ലേജേഴ്സ് ഗാദേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്ട്. അപ്പോൾ വില്ലേജേഴ്സ് എന്ത് ചെയ്തു? അവർ ഗാദേർഡ്, അവർ ഒരുമിച്ച് കൂടി. ഓക്കെ, ഗാദേർഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി. എവിടെ? അവർ എപ്പോഴും ഒരുമിച്ച് കൂടാറുള്ള ആ ഒരു സ്പോട്ടിൽ തന്നെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. അപ്പോൾ ചിലവരെന്ത് ചെയ്തിട്ടുണ്ട്? ടോൾ ട്രീസ്, ഏറ്റവും വലിയ നീളമുള്ള മരത്തിന് താഴെയായിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. അപ്പം ചില ആളുകൾ ക്രോസ് ലെഗ്ഡ്, ചമ്രം പടഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചമ്രം പടഞ്ഞിരിക്കില്ല, അതേപോലെ ചില ആളുകൾ ചമ്രം പടഞ്ഞിട്ട് ആ ഒരു സോഫ്റ്റ് സാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നുമുണ്ട്. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട് സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്സ്. അപ്പോൾ ചില കുട്ടികൾ എന്താ ചെയ്യുന്നത്? അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ ഗ്രൗണ്ടിൽ. ചിലവർ ചെറിയ സ്റ്റിക്കൊക്കെ എടുത്തുകൊണ്ട് ആ സാൻഡിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? എന്തുകൊണ്ടാണ് ഈ വില്ലേജ് വളരെ, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളും വളരെ സ്പെഷ്യൽ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദ വില്ലേജേഴ്സ് വെയർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. എന്താണ്? അവർ വളരെ സിമ്പിളാണ്, വളരെ ദയയുള്ള മനസ്സുള്ളവരുമാണ്. ദേ ഹാഡ് നെവർ മെറ്റ് ഔട്ട്സൈഡേഴ്സ്. അവർ ഇതുവരെ പുറത്തുനിന്നുള്ള ആളുകളെ ഒന്നും കണ്ടുമുട്ടിയിട്ടില്ല. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. ആ വില്ലേജിലെ വളരെ ശാന്തവും സമാധാനമായിട്ടുള്ള ആ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ഡ്രോൺ പിക്ചേഴ്സ് ഓൺ സാൻഡ്, വെൻ ആൻഡ് വേർ? നിങ്ങൾ ഇതുപോലെ സാൻഡിലൊക്കെ എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എവിടെ നിന്നാണ് വരച്ചത്, എപ്പോഴാണ് വരച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾ നിങ്ങളുടെ ആൻസർ എഴുതാം. നെക്സ്റ്റ് വൺ, ദ സ്ട്രേഞ്ച് ബ്രീസ് എന്നുള്ളതാണ്. എന്താണ്? സ്ട്രേഞ്ച്, അപരിചിതമായിട്ടുള്ള ബ്രീസ്, കാറ്റാണ്. അപ്പോൾ വിചിത്രമായിട്ടുള്ള കാറ്റിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. സഡൻലി എ വാം ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ് ആൻഡ് മേഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ, സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്തു? അവിടെ ഒരു ബ്രീസ്, ഒരു കാറ്റ് വരികയാണ് ചെയ്തത്. ആ വില്ലേജിനെ മൊത്തം എയർ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ മാജിക്കൽ ആക്കുന്ന തരത്തിലുള്ള ഒരു ബ്രീസ് ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എവ്രി വൺ ലുക്ക്ഡ് അപ്വേർഡ്. അപ്പോൾ അവരെന്ത് ചെയ്തു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ വേണ്ടി തുടങ്ങി. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ദെയർ ഐസ് വൈഡൻഡ് ഇൻ വണ്ടർ. അപ്പോൾ വാവ്, എന്ത് രസമാണ് കാണാനേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുകളൊക്കെ അത്ഭുതത്തോട് കൂടിയിട്ട് വൈഡൻഡ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട്, തുറിച്ച് നോക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. കളർഫുൾ റിബൺസ് ബിഗെയിൻ ടു ഫോൾ ഫ്രം ദ സ്കൈ ഫ്ലെച്ചറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്. അപ്പോൾ അവിടെ കളർഫുൾ ആയിട്ടുള്ള റിബൺസും ഒക്കെ ആകാശത്ത് ഇങ്ങനെ വന്ന് വീഴാൻ വേണ്ടി തുടങ്ങി. ഫ്ലെച്ചറിങ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ തുടിക്കുന്ന, ബട്ടർഫ്ലൈസ് ഒക്കെ തുടിക്കുന്ന പോലെ അങ്ങനെ റിബൺസ് ഒക്കെ വന്ന് വീഴാൻ വേണ്ടി തുടങ്ങി. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് റെഡ് വൺ സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? സ്പൺ എന്ന് പറഞ്ഞാൽ ചുഴറ്റുക എന്നാണ് അർത്ഥം. സ്പൺ എന്ന് പറഞ്ഞാൽ ചുഴറ്റുക. ഓക്കെ, അപ്പോൾ അവിടെ ബ്ലൂ റിബൺസ് ഒക്കെ ഇങ്ങനെ ചുഴറ്റിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് ഒഴുകി ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങി. ഡ്രിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോയി എന്നാണ്. ഇങ്ങനെ ഒഴുകി ഒരു മാജിക്കൽ ടോപ്പ് പോലെ ആയി എന്നാണ് പറയുന്നത്. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് എ ഷെഡിങ് ഓട്ടംസ് ലീവ്സ്. അപ്പോൾ ഓട്ടം ലീവ്സ് പോലെയായിരുന്നു. ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ ശൈത്യകാലം, ശരത്ത് കാലത്ത് ലീവ്സൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പോലെയായിരുന്നു യെല്ലോ റിബൺസ് ഒഴുകിപ്പോയിരുന്നത്. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് എ ഫ്രഷ് ഗ്രാസ്. ഒരു ഫ്രഷ് ഗ്രാസ് പോലെ, ഒരു ഫ്രഷ് ആയിട്ടുള്ള പുല്ല് പോലെയായിരുന്നു ഗ്രീൻ വൺസ് ഒക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഹാപ്പൻ വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്? ആ വില്ലേജിലേക്ക് ആ ഒരു ബ്രീസ് വന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ സംഭവിച്ചത്? വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ് മേഡ് ദ എയർ ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് മാജിക്കൽ. ആ എയർ വളരെ ഡിഫറെൻ്റ് ആയിട്ടും മാജിക്കലൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് സെൻറ്റൻസ് ഇൻ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ പീപ്പിൾ വർ സർപ്രൈസ്ഡ്? അവിടുത്തെ ആളുകൾ വളരെ സർപ്രൈസ് ആയി എന്ന് പറയുന്ന സെൻറ്റൻസ് ഏതാണ്? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ദെയർ ഐസ് വൈഡൻഡ് ഇൻ വണ്ടർ. ഈ ഒരു സെൻറ്റൻസ് ആയിരുന്നു അവിടുത്തെ ആളുകൾ സർപ്രൈസ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് വൺ, റിബൺസ് ഓഫ് വണ്ടർ. എന്താണ്? അത്ഭുതങ്ങളുടെ റിബൺസിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ദ വില്ലേജേഴ്സ് റാൻ ആൻഡ് eagerly grabbed the ribbons. എന്താ ചെയ്തത്? അവിടുത്തെ ആളുകളൊക്കെ ഗ്രാബ് എന്ന് പറഞ്ഞാൽ പിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആളുകൾ ആ റിബൺസ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് ചെയ്യുന്നത്.
ദേ ടൈഡ് ദം അറൗണ്ട് ദംസെൽവ്സ്. അപ്പോൾ അവർ തന്നെ അതിനെ ടൈഡ് ചെയ്യുക, അതിനെ കെട്ടിങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ദ കളർ ഓഫ് ദ റിബൺ സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അപ്പോൾ അവരുടെ സ്കിന്നിലേക്ക് എന്ത് ചെയ്തു, ഈ ഒരു റിബൺസ് ശരിക്കും ഇങ്ങനെ വരുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ. അപ്പോൾ ലില്ലി എന്ത് ചെയ്തു, ലില്ലി ആ ഒരു ബ്ലൂ റിബൺ എടുത്തിട്ട് അവളുടെ ആ ഒരു ആകാശത്ത് ഇങ്ങനെ സാദൃശ്യമുള്ള രീതിയിൽ ആക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ സ്കിന്ന് പോലെ അത് സാദൃശ്യമായിട്ട് മാറി. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ മിയക്ക് കിട്ടിയിട്ടുള്ള ഗ്രീൻ റിബൺ എന്താ ചെയ്തത്, അവളെ ആ ഒരു സമൃദ്ധമായിട്ടുള്ള വളരെ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിറച്ച് മരങ്ങളുള്ള ഫോറസ്റ്റ് ഇല്ലേ, അതേപോലെ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റി. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. അപ്പോൾ ലിയോക്ക് കിട്ടിയ യെല്ലോ റിബണ് സണ്ണിനെ പോലെ ഷൈൻ ചെയ്യുന്ന അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റി. ദ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. അവർ ഡാൻസ് ചെയ്യുകയും അതുപോലെ തന്നെ കളിക്കുകയൊക്കെ ചെയ്തു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ വൈബ്രൻറ്റ് പ്ലംസ് ഓഫ് എ പീകോക്ക്. എന്താണ് വൈബ്രൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആകർഷകമായിട്ടുള്ള, അപ്പോൾ ഇത് വളരെ ആകർഷകമായിട്ടുള്ള പീകോക്കിൻ്റെ പ്ലംസ് പോലെയാണ് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ദെൻ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻ വെൻ ദേ ടൈഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി. അപ്പോൾ ഇവ ആ ഒരു ബോഡിയിലേക്ക് ആ റിബൺസ് ഇട്ടപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്, എന്താണ്, ദ കളർ ഓഫ് ദ റിബൺ സീം ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അവരുടെ സ്കിന്നിലേക്ക് ആ ഒരു റിബണിൻ്റെ കളർ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് റെഡ് കിട്ടിയവർ റെഡ് ആയിട്ട് മാറി, ഗ്രീൻ കിട്ടിയവർ ഗ്രീൻ കളർ അവരുടെ സ്കിന്നിലേക്ക് ആക്കി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺസ് ബ്രിങ് ഇൻ ദ പീപ്പിൾ. അപ്പോൾ ആളുകൾക്ക് ഈ ഒരു റിബൺസ് കിട്ടിയപ്പോൾ എന്ത് മാറ്റമാണ് അവർക്ക് സംഭവിച്ചത്, എന്തായിരുന്നു. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെയർ റിസംബിൾ ദ സ്കൈ. മാക്സസ് റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെയർ ദ ലുക്ക് ഓഫ് ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. ലൂയിസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരുന്നു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, വാൾസ് ഓഫ് കളേഴ്സ്. എന്താണ്, കളേഴ്സിൻ്റെ ഒരു വാൾ, ഒരു ചുമര്. ബട്ട് സൂൺ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു, പക്ഷേ അവിടെ ഒരു ഇപ്പോൾ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊതുക. അപ്പോൾ ആ സമയത്ത് ഒരു കോൾഡ് വിൻഡ് ആ ഒരു വില്ലേജിലൂടെ ഇങ്ങനെ ഊതി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസസ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഉണ്ടായിരുന്ന ആ ഒരു നിലവിലുണ്ടായിരുന്ന ആ ഒരു രൂപങ്ങൾ, അപ്പിയറൻസസ് എന്ന് പറഞ്ഞാൽ രൂപങ്ങൾ, ആ രൂപമൊക്കെ ആകെ മാറുകയാണ് ചെയ്യുന്നത്. ആം ബ്ലൂ ലില്ലി ക്രൈഡ്. അപ്പോൾ ലില്ലി പറയാണ്, ഞാൻ നീല നിറമായി. ആം റെഡ് മാക്സ് ഷൗട്ടഡ്. മാക്സ് ഉറക്കെ പറയാണ്, അലറി വിളിച്ചുകൊണ്ട്. ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അലറി വിളിക്കുക. അലറി വിളിച്ചുകൊണ്ട് പറയാണ്, ഞാൻ റെഡായി. വി ലുക്ക് സോ ഡിഫറെൻറ്റ്. ലോയ് സെയ്ഡ് ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ലോയ് പറയാണ്, നമ്മളൊക്കെ ആകെ ഡിഫറെൻ്റ് ആയി എന്ന് പറയാണ്. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ്ഡ് ടു ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. അപ്പോൾ ആ വില്ലേജിലെ ഓരോ കോർണേഴ്സിലും, ആ വില്ലേജിൻ്റെ ഓരോ കോർണേഴ്സിലുമുള്ള ആളുകളൊക്കെ എന്താണ്, കളേഴ്സ് കൊണ്ട് ആകെ മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ Max with his red ribbon told the ones who had red ribbons, we need to stick together. അപ്പോൾ മാക്സ് പറയാണ്, എൻ്റെ റെഡ് റിബൺ ഉള്ള പോലെ തന്നെ വേറെ ആരെടുത്താണോ റെഡ് റിബൺ ഉള്ളത്, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് സ്റ്റിക്ക് ആവാമെന്ന് പറയാണ്. ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെയ്ഡ്. അപ്പോൾ ലില്ലി ആ ബ്ലൂ റിബൺ കൊണ്ട് പറയാണ്, വി നീഡ് ടു സ്റ്റേ സേഫ്. നമുക്ക് സേഫ് ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കണം. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. അപ്പോൾ അതുപോലെ തന്നെ ഗ്രീനും യെല്ലോയും എല്ലാവരും ഇതേപോലെ ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ്. അപ്പോൾ ആ കോർണേഴ്സിൻ്റെ എല്ലാ ഭാഗത്തും അവരൊരു വലിയ ഒരു വാള് പോലെ, ഒരു ചുമര് പോലെ ഓരോ കളേഴ്സും സെപ്പറേറ്റ് ആയിട്ട് വാള് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്. എന്തിനായിരിക്കും ഈ ആളുകളൊക്കെ ഒരു ബിഗ് വാൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ടായിരിക്കും, എന്താണ് നമുക്ക് അറിയില്ല അല്ലേ. നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. ഡു യു എഗ്രി വിത്ത് ദെയർ ഡിസിഷൻ വൈ. അവരുടെ ആ ഒരു ഡിസിഷനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങളവിടെ എഴുതി നോക്കുക. ഇനി ഇവിടെ നോക്കുക എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എ ട്രബിൾ അൺഫോൾഡ്സ്. ഒരു ട്രബിൾ, ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ദേ പാസ്ഡ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. പക്ഷേ റെഡ് ഗ്രൂപ്പിന് എന്തുണ്ടായി, അവർക്ക് വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് എന്താണ്, ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ആം ഹംഗ്രി മാക്സ് കംപ്ലൈൻറ്റ്. അപ്പം മാക്സ് പരാതി പറയാണ്, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയാണ്. ദ ബ്ലൂ ഗ്രൂപ്പ്
had food but no water. I am thirsty, Lily said. അപ്പോൾ പക്ഷെ ബ്ലൂ ഗ്രൂപ്പിന് എന്താണ്, അവിടെ ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലില്ലി പറയാണ് എനിക്ക് ദാഹിക്കുന്നുണ്ട്, തേഴ്സ്റ്റി ആവുന്നുണ്ട് എന്ന് പറയാണ്. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ, വി ആർ വെറ്റ്, മിയ റിപ്പോർട്ടഡ്. അപ്പം മിയ പറയാണ് എന്താണ്, ഗ്രീൻ ഗ്രൂപ്പിന് വുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വുഡ് എന്ന് പറഞ്ഞാൽ മരത്തനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഷെൽട്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വെറ്റാവുന്നുണ്ട് എന്ന് പറയാണ്, നല്ല തണുക്കുന്നുണ്ട് ഞങ്ങളൊക്കെ. ഇത് എന്താണ്, ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ വീടും കൂരൊന്നും ഇല്ലാത്തൊരവസ്ഥ. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർ വുഡ്. പക്ഷേ യെല്ലോ ഗ്രൂപ്പിന് എന്താണ്, ഷെൽട്ടറൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഫയർ വുഡ് ഉണ്ടായിരുന്നില്ല. കാരണം നല്ല തണുപ്പുള്ള പ്രദേശമാണ്, അപ്പോൾ അവർക്ക് ഫയർ വുഡ് ഉണ്ടെങ്കിലാണ് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഐ ആം കോൾഡ്, ലോയി ഷിവേർഡ്. അപ്പോൾ ലോയി ഇങ്ങനെ വിറച്ചുകൊണ്ട് പറയാണ് എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട് എന്ന് പറയാണ്. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ ചോൾസ്. അപ്പോൾ എല്ലാവരും അവരുടേതായ ഓരോ നിസ്സഹായാവസ്ഥയിലാണ് ഉള്ളത്, ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളും ഇല്ല. അപ്പം ഇങ്ങനെയായിരുന്നു അവർക്ക് ഒരു സഹായം ആവശ്യമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കോൾ എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്, ഹി ആസ്ക്ഡ്. അപ്പോൾ ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് ഒരു ഹെൽപ്ലെസ് കോൾ സ്ട്രേഞ്ചർ ആയിട്ട് ഒരു അപരിചിതനായിട്ട് വരികയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നതും എന്തിനാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതും എന്നൊക്കെ ചോദിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ് ഫേസ്. അപ്പോൾ ഓരോ കളർ ഗ്രൂപ്പും എന്തൊക്കെയാണ് അവിടെ ഫേസ് ചെയ്യുന്നത്, എന്താണ്. റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്, മാക്സ് കംപ്ലൈൻറ്റ്. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ, ലില്ലി സെഡ്. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ, മിയ റിപ്പോർട്ടഡ്. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർ വുഡ്, ലോയ് ഷിവേർഡ്. ഇതൊക്കെയായിരുന്നു അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, പാത്ത് വേ ടു യൂണിറ്റി. എന്താണ്, അവർ ഐക്യത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണ്. വി ലീവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളേഴ്സ്, സം വൺ റിപ്ലൈഡ്. അപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിച്ച് ഹൈഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കളറിലുള്ളവർ മാത്രമേ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ആരോ മറുപടി പറഞ്ഞു. വി നീഡ് ടു സർവൈവ്, ലില്ലി സ്പോക്ക് അപ്പ്. അപ്പോൾ ലില്ലി ഉറക്കെ പറഞ്ഞു എന്താണ്, ഞങ്ങൾക്ക് ഇത് സർവൈവ് ചെയ്യണം, ഞങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യണം, ഇതിൽ നിന്നൊക്കെ കരകയറണം എന്ന് പറയാണ്. വി നീഡ് വാട്ടർ, ദ ബ്ലൂ ഗ്രൂപ്പ് സെഡ് ലൗഡ്ലി. അപ്പോൾ ബ്ലൂ ഗ്രൂപ്പ് ഉറക്കെ പറയാണ് ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറയാണ്. ഹൂ വിൽ ബ്രിങ് അസ് ഫുഡ്, ദ റെഡ് ഗ്രൂപ്പ് ആസ്ക്ഡ്. അപ്പോൾ റെഡ് ഗ്രൂപ്പിൽ ആരോ പറയാണ് ഞങ്ങൾക്ക് ഭക്ഷണം ആര് കൊണ്ടുവന്ന് തരും എന്ന് ചോദിക്കുകയാണ്. ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ അസ്, ദ ഗ്രീൻ ഗ്രൂപ്പ് സെഡ്. അപ്പോൾ ഗ്രീൻ ഗ്രൂപ്പ് പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് ഷെൽട്ടർ വളരെ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. വി നീഡ് വാംത്ത്, ദ യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ്. അപ്പോൾ യെല്ലോ ഗ്രൂപ്പ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എന്താണ് ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പർശം വേണമെന്നാണ് പറയുന്നത്. ദേ ഓൾ പാനിക്ഡ്. അവരെല്ലാവരും എന്താണ്, പാനിക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദേ ഹോപ്പ്ഫുള്ളി ലുക്ക്ഡ് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രേഞ്ചർ. അപ്പോൾ ആ സ്ട്രേഞ്ചറിൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് അവർ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. ഈ സ്മൈൽഡ് ജെന്റ്ലി ആൻഡ് അഡ്വൈസ്ഡ്. അത് അയാൾ എന്താണ് വളരെ ജെന്റിലായിട്ട് വളരെ എന്താ പറയുക, ഒരു നേരിയ സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇവർക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് നിങ്ങൾ ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റും എന്ന് പറയാണ്. ഷെയർ ആസ്ക് ദ പീപ്പിൾ ടുഗെദർ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചോദിച്ച് ഷെയർ ചെയ്യേ. വി കനോട്ട്, ദേ സെഡ് ഫേംലി. അപ്പോൾ അവർ വളരെ ഉറച്ച ശബ്ദത്തോട് കൂടി പറയാണ് വി കനോട്ട്, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാണ്. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെഡ്. അപ്പോൾ സ്ട്രേഞ്ചർ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പറയാണ് ഷെയറിങ് ഈസ് ദ ഓൺലി വേ. ഷെയറിങ് മാത്രമേ ഇതിനൊരു വഴിയുള്ളൂ, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ എന്ന് പറയാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ പീപ്പിൾ റെഫ്യൂസ് ടു ഷെയർ ദെയർ തിങ്സ്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് റെഫ്യൂസ് ചെയ്യുന്നത്, നിരസിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഓൺലി ലീവ്സ് വിത്ത് ദോസ് ഓഫ് ദെയർ കളേഴ്സ്. ആരാണോ അവരുടെ കളറുമായിട്ട് ജീവിക്കുന്നവർ, അവരുമായിട്ട് മാത്രമേ അവരുടെ തിങ്സ് ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് എ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്. എന്താണ് ആ ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് അയാൾ കൊടുത്ത ഉപദേശം എന്തായിരുന്നു? ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് ഈസ് ദാറ്റ് ഷെയർ വാട്ട് യു ഹാവ്, യു വിൽ ബി ഹാപ്പി. അപ്പോൾ സ്ട്രേഞ്ചർ എന്താ പറഞ്ഞത്, എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് നിങ്ങളത് ഷെയർ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾ ഹാപ്പി ആവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ?
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് വാട്ട് മൈറ്റ് ഹാപ്പൻ. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ചറുടെ അഡ്വൈസ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? എന്താ സംഭവിക്കുക അറിയില്ല അല്ലേ? നമുക്ക് നോക്കാം. ഡാൻസ് ഓഫ് കളേഴ്സ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അപ്പോൾ അവർ പരസ്പരം ഈ സ്ട്രേഞ്ചറിൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ദേ തോട്ട് ഫോർ എ വൈൽ സ്ലോലി ദേ ബിഗൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്. അപ്പോൾ അവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് എന്നിട്ട് സ്ലോലി പതുക്കെ എന്താണ് അവരുടെ കയ്യിലുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൻഡ്. അപ്പോഴാണ് ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം സംഭവിച്ചത്. എവ്രി വൺ ഗോട്ട് എവറിത്തിങ് ദേ നീഡഡ്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലഭിക്കാൻ വേണ്ടി തുടങ്ങി. സ്ലോലി ഹാപ്പിനെസ് ബിഗൻ ടു സ്പ്രെഡ് ഇൻ ദെയർ എൻറ്റയർ വില്ലേജ്. അപ്പോൾ ആ എൻറ്റയർ വില്ലേജിൽ തന്നെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. ദേ പുൾ ഡൗൺ ദെയർ വാൾസ് ആൻഡ് കംപ്ലൈൻറ്റ് ദെയർ റിബൺസ്. അപ്പം അവരെന്താ ചെയ്തത്? അവരുടെ ആ ഒരു വാളും കാര്യങ്ങളൊക്കെ അവർ ഇല്ലാതാക്കിയിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓൾ ദ റെയിൻബോസ് ടുഗെദർ ടേൺ ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. അപ്പോൾ അവരുടെ എല്ലാ കളേഴ്സും എല്ലാ റിബൺസും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അവിടെ എന്താണ് നല്ല ഭംഗിയുള്ള ഒരു റെയിൻബോ, ഒരു മഴവില്ലാണ് ഉണ്ടായത്. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ് കോളിംഗ് ദം സെൽഫ് ദ റെയിൻബോ പീപ്പിൾ. അപ്പോൾ ആളുകൾ പരസ്പരം ആ റെയിൻബോനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഡാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവരെ തന്നെ റെയിൻബോ പീപ്പിൾ എന്ന് വിളിക്കാനും തുടങ്ങി. ദ റെയിൻബോ റിബൺ ബിക്കം എ സിംബൽ ഓഫ് ദെയർ ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. അപ്പോൾ അവരുടെ പുതിയ ആ ഒരു ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സിംബൽ എന്ന് പറയുന്നത് എന്താണ്? ഈ റെയിൻബോ റിബൺ എന്നുള്ള സംഭവമായിരുന്നു. ദ വാം ബ്രീസ് ടേൺഡ് ആൻഡ് ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. അപ്പോൾ ഒരു നേരിയ തണുത്ത കാറ്റൊക്കെ അവരങ്ങനെ തഴുകിക്കൊണ്ട് പോയി. അപ്പോൾ അവർ വളരെയധികം സന്തോഷത്തിലാവുകയാണ് ചെയ്യുന്നത്. ദ ലീവ് ടുഗെദർ ഇൻ ഹാർമണി. അവർ വളരെയധികം ഹാർമണിയിൽ വളരെ സന്തോഷത്തോടും ഹാപ്പിയോടും കൂടെ അവർ ജീവിക്കാൻ വേണ്ടി തുടങ്ങി. കാളിസൺ ആസ്കർ എഴുതിയ ഒരു ചെറിയ സ്റ്റോറിയാണ് ഇത്. നല്ല രസമുണ്ട് വായിക്കാൻ അല്ലേ? അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വില്ലേജേഴ്സ് പുൾ ഡൗൺ ദെയർ വാൾസ് വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. അപ്പോൾ അവരുടെ ആ ഒരു വാൾസും കാര്യങ്ങളൊക്കെ പുൾ ചെയ്തു, ഇല്ലാതാക്കിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺ ഇൻ ടു എ ബ്യൂട്ടിഫുൾ റെയിൻബോ. ആ എല്ലാ റിബൺസും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള ഒരു മഴവില്ലായിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഗ്ലോസറി കുറച്ച് ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ബീം, കാം, ഡെസ്പറേറ്റ്, ഡ്രിഫ്റ്റ്, എഗേർലി, ഗ്ലോയിങ്, ലഷ്, പാനിക്, പ്ലം, സിമ്പിൾ, ഷെൽറ്റർ, സ്പ്രിങ്കിൾ, സർവേ, വാസ്റ്റ്, വാംത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞ മീനിങ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി ഇതിൽ ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.